നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. പ്രാതിനിധ്യം ഉറപ്പാക്കി വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. അമുസ്ലിം അംഗങ്ങളുടെ നിയമനം സുപ്രീം കോടതി വിധിക്ക് ശേഷമെന്നും ഹൈക്കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം. ആദ്യ ബോർഡിലെ ഒഴിവുകൾ നികത്തിക്കൂടെയെന്ന് സർക്കാരിനോട് കോടതി. നീറ്റ് പരീക്ഷാ വിവാദങ്ങളിൽ ഇടപെട്ട സുപ്രീം കോടതി NTA ശക്തിപ്പെടുത്തണമെന്നും ചോദ്യപേപ്പർ ചോർച്ചയിലെന്ന് ഉറപ്പാക്കണമെന്നും കോടതി. നീറ്റ് പരീക്ഷ നടത്താൻ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം. ഇടുക്കിയിൽ വിദ്യാർത്ഥിയുടെ ജനനേന്ദ്രിയം സഹപാഠികൾ മർദ്ദിച്ച് തകർത്ത സംഭവത്തിൽ കർശന നടപടിക്ക് ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം. വിദ്യാർത്ഥിയെ ആക്രമിച്ചത് ഹോസ്റ്റലിലെ ലഹരി ഉപയോഗം അധ്യാപകരെ അറിയിച്ചതിന് പ്രതിഷേധവുമായി SFI. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനും A അജികുമാറിനുമെതിരായി ശക്തമായ തെളിവുകളുമായി പ്രോസിക്യൂഷൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇവരുടെ ദുരൂഹബന്ധം വ്യക്തമാക്കുന്ന രേഖകൾ കോടതിയിൽ ഹാജരാക്കി. PS പ്രശാന്തിനെയും A അജികുമാറിനെയും സെപ്റ്റംബർ 1 വരെ റിമാൻഡ് ചെയ്ത് വിജിലൻസ് കോടതി. മാസപ്പടി കേസിലെ ED റെയ്ഡിൽ പ്രതിരോധത്തിലായി CPM. വീണയുമായി നേരിട്ട് ബന്ധമുള്ളവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം. മുഹമ്മദ് റിയാസിലേക്ക് അന്വേഷണം എത്തിക്കാൻ ശ്രമമെന്നും രാഷ്ട്രീയമായി നേരിടുമെന്നും MV ഗോവിന്ദൻ. നിയമവിരുദ്ധമായി ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്നും EDയെ ഭയന്നോടിയിട്ടില്ലെന്നും റിയാസ്. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 165 റൺസിന്റെ വിജയം. രണ്ടാം ഇന്നിംഗ്സിൽ ശ്രീലങ്ക 206 പുറത്ത് 6 വിക്കറ്റ് വീഴ്ത്തി ഇന്ത്യയുടെ മാനവ് സുധാർ. വഖഫ് ബോർഡ് പുനഃസംഘടനയ്ക്ക് തയ്യാറെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. എന്നാൽ വിഷയം നിലവിൽ സുപ്രീം കോടതിയുടെ സജീവ പരിഗണനയിലായതിനാൽ അന്തിമ വിധിക്ക് ശേഷം മാത്രം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. നിലവിലെ പുനഃസംഘടനയ്ക്ക് മുൻപ് നിയമപ്രകാരമുള്ള പ്രാതിനിധ്യ നിർണയം പൂർത്തിയാക്കിയിരുന്നില്ല. വഖഫ് നിയമപ്രകാരമുള്ള നിർണയം പൂർത്തിയാക്കാൻ വഖഫ് ബോർഡ് CEOയ്ക്ക് നിർദ്ദേശം നൽകി. ഷിയ, സുന്നി, ബോഹ്റ, അഖാഖാനി, മറ്റ് പിന്നാക്ക മുസ്ലിം വിഭാഗങ്ങളെക്കുറിച്ചും പരിശോധിക്കും. സ്കൂൾ ഫ്രീഡം ക്വിസിൽ സവർക്കറുമായി ബന്ധപ്പെട്ട വിവാദ ചോദ്യം ഉൾപ്പെടുത്തിയ അധ്യാപകന്റെ സസ്പെൻഷൻ സ്റ്റേ ചെയ്തു. കാസർഗോഡ് പള്ളത്തടുക്ക AUP സ്കൂളിലെ അധ്യാപകൻ K ഗുരുപ്രസാദിന്റെ സസ്പെൻഷനാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. സസ്പെൻഷൻ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗുരുപ്രസാദ് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് വിജു എബ്രഹാം ഉൾപ്പെട്ട ബെഞ്ചിന്റെ നടപടി. ഓഗസ്റ്റ് 6 നടന്ന സോഷ്യൽ സയൻസ് ക്ലബ് ഫ്രീഡം ക്വിസിലാണ് വിവാദത്തിനാസ്പദമായ സംഭവം. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലും ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിലും വരുത്തിയ സമഗ്ര മാറ്റങ്ങൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി അറിയിച്ചു. പരീക്ഷാ നടത്തിപ്പ് വിഭാഗത്തിൽ 600 വിദഗ്ധരെ ഒഴിവാക്കി പുതിയ നിയമനം നടത്തി. ചോദ്യബാങ്ക് തയ്യാറാക്കുന്നത് നിരവധി മോഡറേറ്റർമാർ ചേർന്നാണെന്നും അന്തിമ ചോദ്യപേപ്പർ അതീവ രഹസ്യമായിരിക്കുമെന്നും പറഞ്ഞു. ചോദ്യപേപ്പർ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തുന്നതിന് GPS ഉൾപ്പെടെ കർശന നിരീക്ഷണം ഏർപ്പെടുത്തുമെന്നും സർക്കാർ അറിയിച്ചു. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനും ബോർഡ് അംഗം A അജികുമാറിനുമെതിരെ ശക്തമായ തെളിവുകൾ ഹാജരാക്കി പ്രോസിക്യൂഷൻ. ജാമ്യാപേക്ഷയിൽ വാദം തുടരുന്നതിനിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇരുവർക്കുമുള്ള ദുരൂഹബന്ധം വ്യക്തമാക്കുന്ന രേഖകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്. അതേസമയം PS പ്രശാന്തിനെയും A അജികുമാറിനെയും സെപ്റ്റംബർ 1 വരെ വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനും മുൻ അംഗം A അജികുമാറിനും 2019 സ്വർണ്ണക്കവർച്ചയുമായി ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുന്ന തെളിവുകളാണ് പ്രോസിക്യൂഷൻ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. ഇരുവരുടെയും ജാമ്യ ഹർജിയിൽ വാദം തുടരുന്നതിനിടെയാണ് ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. ദ്വാരപാലക ശില്പപ്പാളികൾ സ്വർണം പൂശുന്നതിനായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് അനുമതി നൽകാൻ തീരുമാനിച്ച ദിവസം PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഫോണിൽ സംസാരിച്ചതിന്റെ രേഖകളാണ് കോടതിയിൽ സമർപ്പിച്ചത്. ബോർഡ് യോഗം ചേരുന്നതിന് മുൻപ് പോറ്റി ഉൾപ്പെടെയുള്ളവരുമായി വാട്സാപ്പിലൂടെയും ബന്ധപ്പെട്ടിരുന്നതായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. A അജികുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നേരിൽ കണ്ടതിന്റെയും തെളിവുകളുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. സ്വർണം പൂശുന്നതിനായി പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകാൻ അനുമതി തേടി മറ്റൊരാളുടെ ഇമെയിൽ വിലാസത്തിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന് അപേക്ഷ നൽകിയതായും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. സ്വർണം പൂശലിന്റെ 40 വർഷത്തെ വാറന്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ് നൽകിയിരുന്നത്.
ദേവസ്വം സ്വത്തിന്റെ വാറണ്ടി സ്വകാര്യ വ്യക്തിയുടെ പേരിലായതും ദുരൂഹതയുണ്ടെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. വാറണ്ടി റദ്ദാക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടും തുടർ നടപടി ഉണ്ടായില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. സ്വർണം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് വ്യാജ കരാർ നിർമ്മിച്ചതും PS പ്രശാന്തും അജികുമാറും പങ്കാളികളാണെന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു രാജൻ ഹാജരായി. അതേസമയം PS പ്രശാന്തിനെയും അജികുമാറിനെയും ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ നേരിട്ട് ഹാജരാക്കി. ഇരുവരെയും സെപ്റ്റംബർ 1 വരെ വീണ്ടും റിമാൻഡ് ചെയ്തു. അമൃത ന്യൂസ്, കൊല്ലം. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പെട്ടെന്നുള്ള നീക്കത്തിൽ അമ്പരന്ന CPM വീണയുമായി നേരിട്ട് ബന്ധമുള്ള ആളുകളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കം CPMനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അതേസമയം ഇന്നലെ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നീക്കം EDയുടെ ഭാഗത്തു നിന്നുമുണ്ടാകും. ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങാനും സാധ്യത തെളിയുന്നു. രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറാണ് നടന്നിട്ടുള്ളതെന്ന് CPMും വീണ തൈക്കണ്ടിയും ആവർത്തിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങളെ അങ്ങനെ നിസ്സാരമായി കാണാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറല്ല. കുറെ കൂടി കരുതലോടെ ശക്തമായ നീക്കങ്ങളാണ് EDയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എക്സാലോജിക്കിന് CMRLന്റെ കരാർ ലഭിക്കാൻ ഉന്നത ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് ED സംശയിക്കുന്നു. വീണ തന്റെ ബന്ധുബലം അതിനായി ഉപയോഗിച്ചോ എന്നും ED പരിശോധിക്കുന്നു. മുൻപ് നടന്ന പരിശോധനയിൽ ലഭിച്ച ഡയറിയിൽ നിന്നാണ് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. സാമ്പത്തിക ഇടപാടുകളിൽ നേരിട്ടും അല്ലാതെയും നിരവധി പേർക്ക് ബന്ധമുണ്ടെന്നും അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീണയുടെ ഭർത്താവും മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിലേക്കും ഇരുവരുടെയും സുഹൃത്തുക്കളിലേക്കും അന്വേഷണം എത്തി നിൽക്കുന്നത്. റിയാസ് ഉൾപ്പെടെയുള്ള ഉന്നതരെ ചോദ്യം ചെയ്യേണ്ട ആവശ്യകത ഉണ്ട് എന്നാണ് ED കരുതുന്നത്. അതിനു മുൻപായി പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. ഇന്നലെ റെയ്ഡിൽ കണ്ടെത്തിയ വിവരങ്ങൾ ക്രോഡീകരിച്ചായിരിക്കും അടുത്ത നീക്കം. സർക്കാർ മാറിയതുകൊണ്ട് തന്നെ നീക്കങ്ങൾ കുറെ കൂടി ശക്തമാക്കാൻ കഴിയുമെന്ന് അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നു. കരാറുമായി നേരിട്ട് ബന്ധമുള്ള ആളുകളെ ED ഇതിനോടകം ചോദ്യം ചെയ്തിട്ടുണ്ട്. മറ്റ് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളാണ് ഇനി അന്വേഷണ സംഘത്തിന് ലഭിക്കാനുള്ളത്. അതുകൊണ്ടുകൂടിയാണ് വ്യാപകമായ പരിശോധന ED ആരംഭിച്ചത്. അതേസമയം കൂടുതൽ പ്രതിഷേധങ്ങൾക്കും പ്രതികരണങ്ങൾക്കും സാധ്യതയുണ്ടെങ്കിലും സംയമനത്തോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ED റെയ്ഡിലൂടെ CPMനെ കടന്നാക്രമിക്കാനുള്ള ശ്രമമാണെന്നും പാർട്ടി ശക്തമായി പ്രതിരോധിക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഹമ്മദ് റിയാസിലേക്ക് അന്വേഷണം എത്തിക്കാനാണ് EDയുടെ ശ്രമം. ഒരു വസ്തുതയുമില്ലാത്ത കാര്യത്തിൽ അന്വേഷണം നടത്തി എന്ന് വസ്തുതയുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. രാഷ്ട്രീയമായി വരുമ്പോൾ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മാസപ്പടി കേസിൽ നിയമവിരുദ്ധമായി EDക്ക് ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്ന മുഹമ്മദ് റിയാസ് MLA കേസുമായി ബന്ധമില്ലാത്ത തന്റെ സുഹൃത്തുക്കളെ റെയ്ഡിന്റെ ഭാഗമായി ചോദ്യം ചെയ്തു. അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങളെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും റിയാസ് കൂട്ടിച്ചേർത്തു. മുമ്പ് തന്നെ കോളേജ് പഠനകാലം മുതൽക്കും അതിനു മുമ്പ് തന്നെ പരിചയമുള്ള സുഹൃത്തുക്കളുടെ കുടുംബ സുഹൃത്തുക്കളുടെ വീടുകളിലും ഓഫീസിലുമൊക്കെ ED രാവിലെ മുതൽ രാത്രി വരെ റെയ്ഡ് ചെയ്ത് അവരെയൊക്കെ ചോദ്യം ചെയ്ത വിവരം നിങ്ങൾക്ക് അറിയാം എന്നുള്ളതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇതിനു മുമ്പ് നിയമാനുസൃതമായി ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയിൽ വീണ കരാർ പ്രകാരം സേവനം നൽകി അക്കൗണ്ടിലൂടെ പണം വാങ്ങിയ വിഷയം നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളും ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ വന്നിരുന്നു. അതിനോട് പൊതുവെ നിയമപരമായി നേരിടാനുള്ള തീരുമാനം കൈക്കൊണ്ടതിന്റെ ഭാഗമായി പ്രതികരിച്ചിട്ടില്ല. കാരണം നിയമപരമായി നേരിടുന്ന ഒരു വിഷയത്തിൽ കയറി ഓരോ കാര്യങ്ങളിലും ഓരോ വരുന്ന വാർത്തകളിലും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ല നമുക്കറിയാം. അതുകൊണ്ട് പ്രതികരിച്ചിരുന്നില്ല. ബ്ലീച്ചിംഗ് പൗഡർ അഴിമതിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി K മുരളീധരൻ ആഭ്യന്തരമന്ത്രിക്ക് കത്തയച്ചു. പ്രിൻസിപ്പൽ സെക്രട്ടറി നടത്തിയ അന്വേഷണത്തിൽ ആരോഗ്യമന്ത്രി കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു. മഴക്കാല ശുചീകരണത്തിന്റെ പേരിൽ ഉയർന്ന വിലയ്ക്ക് ബ്ലീച്ചിംഗ് പൗഡർ വാങ്ങിയതിൽ ക്രമക്കേട് നടത്തുമെന്ന ആരോപണത്തിലേക്കാണ് അന്വേഷണം. 7,32 ലക്ഷം രൂപയുടെ ഇടപാടാണ് വിവാദത്തിലായത്. പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട് ക്രമക്കേട് നടത്തിയവരെ വെള്ളപൂശുന്നതാണ് എന്നാണ് വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ബ്ലീച്ചിംഗ് പൗഡർ ഇടപാട് നടന്നത്. RSS അഖില ഭാരതീയ സമന്വയ ബൈഠക്കിന് തുടക്കം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് 3 ദിവസത്തെ യോഗം ചേരുന്നത്. സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്, സർക്കാര്യവാഹക് ദത്താത്രേയ ഹൊസബാളെ എന്നിവർ യോഗത്തിൽ സംസാരിക്കും.
RSSുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകളുടെ ദേശീയ ചുമതല വഹിക്കുന്ന 49 വനിതകൾ ഉൾപ്പെടെ 327 പേരാണ് പങ്കെടുക്കുന്നത്. മയക്കുമരുന്നിനെതിരായ ബോധവൽക്കരണ പരിപാടികൾ, യുവാക്കളിൽ ദേശീയബോധം വളർത്താനുള്ള പ്രവർത്തനങ്ങൾ, RSSന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച കാര്യപരിപാടികളും യോഗം ചർച്ച ചെയ്യും. BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപം KSUവിന്റെ പരിഹാസ പോസ്റ്റർ. KSU തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിഹാസ പോസ്റ്റർ സ്ഥാപിച്ചത്. കള്ളപ്പണ സ്വീകരണ വിതരണ മൊത്തക്കച്ചവട കേന്ദ്രത്തിലേക്കുള്ള വഴി എന്ന പേരിലാണ് പോസ്റ്റർ. തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 25 കോടി രൂപയുടെ കള്ളപ്പണം എത്തിയെന്ന ആരോപണം നിലനിൽക്കെയാണ് പോസ്റ്റർ പതിച്ചത്. തിരഞ്ഞെടുപ്പിന് പിന്നാലെ മുൻ ഓഫീസ് സെക്രട്ടറി P. അക്ഷയാണ് പണമിടപാട് വെളിപ്പെടുത്തിയത്. ഇതിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയതിന് പിന്നാലെയായിരുന്നു KSUവിന്റെ പോസ്റ്റർ പ്രതിഷേധം. ഇടുക്കിയിൽ വിദ്യാർത്ഥിയുടെ ജനനേന്ദ്രിയം സഹപാഠികൾ മർദ്ദിച്ച് തകർത്തു. ഹോസ്റ്റലിലെ ലഹരി ഉപയോഗം അധ്യാപകരെ അറിയിച്ചതിനാണ് വിദ്യാർത്ഥികളുടെ പ്രതികാരം. തൊടുപുഴയിലെ ഗ്രാൻഡിസ് എന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന അണക്കര സ്വദേശിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തി. ഹോസ്റ്റലിൽ ലഹരി ഉപയോഗിച്ച വിവരം അധ്യാപകരെ അറിയിച്ച വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ ക്രൂരമർദ്ദനം. ഇടുക്കി അണക്കര സ്വദേശിയായ 19-കാരന്റെ ജനനേന്ദ്രിയം സഹപാഠി തകർത്തു. വലതു വൃക്ഷത്തിന് ഗുരുതരമായി പരിക്കേറ്റതിനാൽ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യേണ്ടി വന്നു. തൊടുപുഴ മൂവാറ്റുപുഴ റോഡിലെ സ്വകാര്യ സ്ഥാപനത്തിൽ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് സർവീസ് കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ക്രൂരമർദ്ദനത്തിന് ഇരയായത്. പ്രദേശത്തെ ഒരു വീട്ടിലാണ് വിദ്യാർത്ഥികൾ താമസിക്കുന്നത്. ഇതിൽ ചിലർ പതിവായി കഞ്ചാവ് ഉപയോഗിക്കുന്നത് അണക്കര സ്വദേശിയായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും അധ്യാപകരെയും അറിയിച്ചു. ഇതേ തുടർന്ന് പ്രായപൂർത്തിയാകാത്ത പ്രതി ഉൾപ്പെടെ വിദ്യാർത്ഥിയുടെ മുറിയിൽ അതിക്രമിച്ചു കയറി സ്വകാര്യ ഭാഗത്തും നെഞ്ചത്തും നിരന്തരം ചവിട്ടുകയും ഇടിക്കുകയും ചെയ്തു. ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാണ് അവരറിയപ്പെടുന്നത്. അവർ നമ്മൾ 308 വകുപ്പ് പ്രകാരവും ഒപ്പം ഡ്രാഗിംഗ് ആക്ട് പ്രകാരവും നമ്മളാണ് അയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത് നമ്മൾ JJ കോടതിൻ്റെ മുന്നിൽ ഹാജരാക്കി. അയാളെ വെള്ളിയാഴ്ച തിരികെ അവിടെ തന്നെ ഹാജരാകണം എന്ന നിബന്ധനയോടുകൂടിയാണ് ഇപ്പോൾ ജുവനൈൽ കോടതി അയാളെ വിട്ടിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദ്യാർത്ഥിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തൊടുപുഴ പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. അമൃത ന്യൂസ്, ഇടുക്കി. ഇടുക്കിയിൽ രാസലഹരിയുമായി DYFI നേതാവ് ഉൾപ്പെടെ 4 പേർ പിടിയിൽ. തൊടുപുഴ ഇടവെട്ടിയിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം. DYFI തെക്കുംഭാഗം മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ TS ഷിയാസ്, ആഷിഖ്, നിഹാൻ, അർഷിദ് എന്നിവരാണ് തൊടുപുഴ പോലീസിന്റെ പിടിയിലായത്. ഇവരിൽ നിന്ന് 18 ഗ്രാം MDMA, 10 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവ കണ്ടെടുത്തു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ് TS ഷിയാസ്. എന്നാൽ ഷിയാസിന് നിലവിൽ സംഘടനയിൽ ഭാരവാഹിത്വമില്ലെന്നും ഇയാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായും DYFI നേതൃത്വം അറിയിച്ചു. ലഹരി കൈമാറ്റത്തിനിടെ റിട്ടയേർഡ് SP-യുടെ മകൻ എക്സൈസ് പിടിയിൽ. റിട്ടയേർഡ് SP ഉണ്ണിരാജ IPSന്റെ മകനാണ് MDMA കൈമാറ്റത്തിനിടെ പിടിയിലായത്. ബൈക്കിലെത്തി 5 ഗ്രാം MDMA കൈമാറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇയാൾ എക്സൈസിന്റെ പിടിയിലായത്. സംഭവത്തിൽ ഉണ്ണിരാജ IPSന്റെ മകൻ അഭിജിത്ത്, കൂട്ടാളി റോജർ എന്നിവരെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ ചിയാരത്തു നിന്നാണ് രാത്രി 8:30 പ്രതികൾ പിടിയിലായത്. 2 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. തൃശൂർ പെരുന്തുരുത്തിയിൽ യുവാക്കൾക്ക് നേരെ ആക്രമണം. ഇരുമ്പ് ദണ്ട് കൊണ്ടുള്ള മർദ്ദനത്തിൽ യുവാവിന് പരിക്കേറ്റു. പെരുന്തുരുത്തി സ്വദേശി നിസാം, സുഹൃത്ത് അലി എന്നിവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ട ശ്രീജിത്ത്, മിഥുൻ കൃഷ്ണ എന്നിവർക്കെതിരെ കുന്നംകുളം പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. പെരുന്തുരുത്തി സെന്ററിൽ ബൈക്കിലിരുന്ന് ഫോൺ വിളിക്കുകയായിരുന്നു നിസാമും അലിയും. ഈ സമയം സ്കൂട്ടറിലെത്തിയ പ്രതികൾ ഇവരോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയും തുടർന്ന് വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായതെന്ന് പരാതിയിൽ പറയുന്നു. പ്രതികൾ നിസാമിനെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ശേഷം മർദ്ദിക്കുകയായിരുന്നു. തടയാൻ ശ്രമിച്ച അലിയെയും പ്രതികൾ മർദ്ദിച്ചു. ഇതിനിടെ 1-ാം പ്രതി സ്കൂട്ടറിൽ നിന്ന് ഇരുമ്പ് ദണ്ടെടുത്ത് നിസാമിന്റെ തലയ്ക്ക് അടിച്ചു. നാടിനെ നടുക്കിയ ആലപ്പുഴ കരുവാറ്റയിലെ കൗമാര സംഘത്തിന്റെ കൊലപാതകത്തിൽ പ്രതികൾ ലക്ഷ്യം വെച്ചത് സിനിമാ സ്റ്റൈൽ കൊലപാതക രീതി. പ്രായപൂർത്തിയാകാത്ത പ്രതികൾ പ്രവർത്തിച്ചത് ക്രിമിനൽ സംഘങ്ങളെ വെല്ലുന്ന തയ്യാറെടുപ്പുകളുമായിട്ടാണ്. പ്രായപൂർത്തിയാകാത്ത പ്രതികളുടേത് പ്രായത്തെ വെല്ലുന്ന ക്രിമിനൽ ബുദ്ധി.
കൊലപാതകം ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കിയതും ശേഷം തെളിവ് നശിപ്പിക്കുവാൻ സംഭവസ്ഥലത്ത് നടത്തിയ ഇടപെടലുകളും പ്രൊഫഷണൽ ക്രിമിനൽ സംഘത്തിനെ പോലെ. കൊലപാതകം വീഡിയോ കോളിലൂടെ നേരിട്ട് കണ്ട ശേഷവും അമിത ആത്മവിശ്വാസത്തിൽ 13-കാരി കൊല നടന്ന വീട്ടിലേക്ക് വീണ്ടും എത്തിയതുമാണ് കേസിലെ കൗമാരക്കാരുടെ ക്രിമിനൽ വാസനയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നത്. ആദ്യം തയ്യാറാക്കിയ പദ്ധതി വീടിൻ്റെ ഓട് പൊളിച്ച ശേഷം ശിവൻകുട്ടിയുടെ തലയിൽ വലിയ കല്ലിട്ട് കൊലപ്പെടുത്താനായിരുന്നു. എങ്കിലും ഓടിന് താഴെ മച്ചുപാകിയിരുന്നത് പദ്ധതി പാളാൻ കാരണമായി. സിനിമയിൽ നിന്നാണ് ഈ ആശയം ഉദിച്ചതെന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം. ആശയം ഉദിച്ചത് 2017 പുറത്തിറങ്ങിയ സ്പൈഡർ എന്ന തമിഴ് ചിത്രത്തിൽ നിന്ന്. സ്കൂളിലെ പാഠപുസ്തകങ്ങൾ മാത്രം വായിച്ചു പഠിക്കേണ്ടുന്ന ഇവർ പഠിച്ചതാകട്ടെ സോഷ്യൽ മീഡിയയിലും സിനിമയിലും ഉയരുന്ന ക്രിമിനൽ പാഠങ്ങൾ. വിഷം കൊടുത്തു കൊല്ലാനും വാഹനമിടിപ്പിച്ചു കൊല്ലുവാനും ആലോചിച്ചിരുന്നതായും 13-കാരിയും സുഹൃത്തും തമ്മിലുള്ള വാട്സപ്പ് സന്ദേശത്തിൽ നിന്ന് വ്യക്തമായി. പിടിക്കപ്പെടില്ല എന്ന അമിത ആത്മവിശ്വാസവും കൊലപാതകർക്ക് ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ കൊലപാതകം ആസൂത്രണം ചെയ്ത ചാറ്റുകൾ മായ്ക്കാതെ ഇരുന്നത് പ്രതികൾക്ക് കുരുക്കായി. ശിവൻകുട്ടിയുടെ വീടിൻ്റെ ലൊക്കേഷൻ 13-കാരി സുഹൃത്തിന് അയച്ചു നൽകിയതടക്കമുള്ള ഫോൺ രേഖകളും കേസിൽ നിർണായക തെളിവായി. കേസിൽ അന്വേഷണം പുരോഗമിക്കവേ ഇനി കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. കരുവാറ്റയിലെ ഈ കൊലപാതകം ഒരു ഓർമ്മപ്പെടുത്തലാണ്. മണ്ണിനെയും മനുഷ്യനെയും തിരിച്ചറിയാനാകാത്ത വിധം കൗമാരക്കാർ മാറി തുടങ്ങിയ കാലത്തിൻ്റെ ഒരു ഭയപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തൽ. ആറാസിനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. കരുവാറ്റ കൊലപാതകം മികച്ച രീതിയിൽ അന്വേഷണം നടത്തിയ സംഘത്തെ അഭിനന്ദിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ചെറിയ കുട്ടികൾ കുറ്റവാളികളായ സാഹചര്യം ഏറെ ഗൗരവത്തോടെ പരിശോധിക്കുമെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. കേരളത്തെ ഞെട്ടിപ്പിച്ച ഒരു കൊലപാതകം ഉണ്ടായത്. ആ കൊലപാതകം 24 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ പ്രതികളെ പിടിച്ചു. ഭംഗിയായി കേരള പോലീസ് അതിൻ്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയി. ആലപ്പുഴ SP, അതോടൊപ്പം തന്നെ DIG എല്ലാവരും അതിനകത്ത് വളരെ ശുഷ്കാന്തി കാണിച്ചു. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നന്നായി കുറ്റാന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കുകയാണ്. ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ആലപ്പുഴ ജില്ലാ SP വിഷ്ണുവിനെയും അതോടൊപ്പം തന്നെ DIG ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ഇറാനുമായി ചർച്ചകളില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. എന്നാൽ ഹോർമൂസ് തുറക്കാൻ അമേരിക്ക സാമ്പത്തിക ഉപരോധങ്ങൾ അവസാനിപ്പിക്കണമെന്ന നിലപാടിലാണ് ഇറാൻ. ഹോർമൂസിൽ പ്രതിസന്ധി നീളുന്നതോടെ ആഗോള എണ്ണവില ഉയരുകയാണ്. ബ്രെന്റ് ക്രൂഡിന് ബാരലിന് $91 കടന്നു. ഗൾഫിന് പുറത്തുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിൽ എണ്ണ സംഭരണം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണ് സൗദി അറേബ്യയും UAEയും. ജപ്പാനിലുള്ള ശേഖരം 10 ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാനുള്ള നീക്കം തുടങ്ങി. അതേസമയം ഇറാനുമായുള്ള സാമ്പത്തിക വ്യാപാര ഇടപാട് താൽക്കാലികമായി UAE നിർത്തി. ഇറാനിലേക്കുള്ള ഇറക്കുമതിയുടെ 1/3 പങ്കും UAE വഴിയായതിനാൽ അമേരിക്കൻ ഉപരോധത്തെക്കാൾ ആഘാതം UAEയുടെ ഈ തീരുമാനത്തിനുണ്ടാകും. കപ്പൽ ഗതാഗതം ലക്ഷ്യമിട്ട് ഇറാനിന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചതായും UAE പ്രതിരോധ മന്ത്രാലയം ആരോപിച്ചു. ഓണപ്പൂക്കളമൊരുക്കാൻ പ്രാദേശികമായി പൂക്കൃഷി ഒരുക്കി കൊയിലാണ്ടി പുളിയഞ്ചേരിയിലെ കൃഷിശ്രീ കൂട്ടായ്മ. വിവിധ കൃഷികൾ ചെയ്ത് നാടിന് മാതൃകയായ അധ്യാപകർ ഉൾപ്പെടെയുള്ള 4 പേരാണ് ആദ്യത്തെ ചെണ്ടുമല്ലി കൃഷിയിലും വിജയം കൊയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കർണാടകയിലെ ഗുണ്ടിൽപേട്ടൊന്നുമല്ല. മലയാളികൾക്ക് അത്തപ്പൂക്കളം ഒരുക്കാൻ നല്ല നാടൻ പൂക്കൾ തന്നെ ഒരുക്കിയിരിക്കുന്നത് ഇങ്ങ് കൊയിലാണ്ടിയിലെ പുളിയഞ്ചേരിയിലെ കാർഷികശ്രീ എന്ന കർഷക കൂട്ടായ്മയാണ്. ഓണം മുന്നിൽ കണ്ട് ജൂൺ മാസം തന്നെ ആരംഭിച്ച പൂക്കൃഷി പൂത്തുലഞ്ഞതോടെ കൊയിലാണ്ടി കൃഷിശ്രീ കാർഷിക സംഘത്തിലെ അംഗങ്ങൾ ആഹ്ലാദത്തിലാണ്. മണ്ണും പരീക്ഷണവും പാകത്തിനായപ്പോൾ ആദ്യ പൂക്കൃഷിയും വിജയിച്ചു. നിലവിൽ ഓണത്തിനായി ചെണ്ടുമല്ലി വിളവെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണിവർ. ഇത്തവണ ആദ്യമായിട്ടാണ് ഞങ്ങൾ പൂക്കൃഷിയിലേക്ക് ഇറങ്ങിയത്. കഴിഞ്ഞ വർഷവും പല സ്ഥലത്തും ഇങ്ങനെ കൃഷി നടത്തി വിജയിച്ചു എന്നുള്ള വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു പ്രചോദനവും അതുപോലെ തന്നെ കൊയിലാണ്ടി നഗരസഭയും കൊയിലാണ്ടി കൃഷിഭവനും നല്ല രീതിയിൽ സഹായിക്കുകയും അതിനാവശ്യമായ തൈകളൊക്കെ ഞങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. നഗരസഭയിൽ CDS തലത്തിലും വാർഡിലെ ഇങ്ങനെ വ്യക്തികളും
ഗ്രൂപ്പുകളും ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട തൈകളും വളങ്ങളാണ് കൃഷിഭവൻ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭയിൽ തന്നെ ഒരു 10ഓളം കേന്ദ്രങ്ങളിൽ ചെണ്ടുമല്ലി കൃഷി വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൃഷിയോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് കൊയിലാണ്ടി പുളിയഞ്ചേരിയിലെ കൃഷിശ്രീ കാർഷിക സംഘത്തിലെ 9 അംഗങ്ങളെ മണ്ണിൽ പൊന്നു വിളയിക്കാൻ പ്രേരിപ്പിച്ചത്. അധ്യാപകരായ രാജഗോപാൽ, പ്രമോദ്, ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്യുന്ന ഷിജു VP, ഹരീഷ് എന്നീ 4 പേരാണ് കൃഷിയിലേക്ക് സജീവമായി ഇറങ്ങിയത്. ഔഷധ നെല്ലും പച്ചക്കറികളുമായി 8 വർഷമായി 7ാം വാർഡിൽ ഇവർ കൃഷിയിൽ വിജയഗാഥ കൊയ്യുകയാണ്. ഓണപ്പൂക്കളം ഒരുക്കാൻ ഇതര സംസ്ഥാനത്തു നിന്നും പൂക്കൾ വരുത്തുന്നത് മലയാളികളുടെ ഒരു പതിവാണ്. ഇത്തവണ കൊയിലാണ്ടിക്കാർ ആ പതിവ് മാറ്റാനുള്ള ഒരുക്കത്തിലാണ്. കൊയിലാണ്ടിയിലെ പുളിയഞ്ചേരിയിലാണ് ഈ ഒരു കൂട്ടായ്മ, കാർഷിക കൂട്ടായ്മ നിലവിൽ പൂക്കൃഷി ഇറക്കിയിരിക്കുന്നത്. KP ശശിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്. നെഹ്റു ട്രോഫി ജലമേളയിൽ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തി ഓരോ ടീമുകളും ഓളപ്പരപ്പിൽ വിസ്മയം തീർക്കുന്നത് മാത്രമാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ അതിനൊക്കെ പിന്നിൽ മാസങ്ങൾ നീളുന്ന കഠിന പരിശീലനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കഥ കൂടിയുണ്ട്. അതിരാവിലെ തുടങ്ങുന്ന കഠിനമായ പരിശീലനം ചുണ്ടൻ വള്ളങ്ങളുടെ ക്യാമ്പുകളുടെ പ്രത്യേകതയാണത്. ആ ക്യാമ്പിലെ വിശേഷങ്ങളിലേക്ക്. സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ നീളുന്ന പോരാട്ടത്തിൻ്റെ കഥ മാത്രമല്ല, മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആത്മസമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കഠിനമായ തയ്യാറെടുപ്പുകളുടെയും വിധിയെഴുത്തു കൂടിയാണ് ഓരോ ജലോത്സവ കാലവും. അതിരാവിലെ തുടങ്ങുന്ന പരിശീലനം, കൃത്യമായ ഇടവേളകളിലുള്ള പ്രത്യേക ഭക്ഷണം, അച്ചടക്കത്തോടെയുള്ള ഏകോപനം, ഇവയെല്ലാം ഒത്തുചേരുന്നതാണ് ഓരോ തുഴച്ചിൽ ക്യാമ്പുകളും. പരിശീലനം ആരംഭിക്കുന്നത് രാവിലെ 5:30 മണി മുതൽ. രാവിലെ എഴുന്നേറ്റ് ഫ്രഷായ ശേഷം ഫിസിക്കൽ ട്രെയിനിങ് 6 കിലോമീറ്റർ 7 കിലോമീറ്റർ ഓടി എത്തിയ ശേഷം വന്ന് ഗ്രൗണ്ട് ചെയ്ത് ചെറിയ ലൈറ്റ് ഫുഡ് കഴിച്ച ശേഷം വള്ളത്തിൽ കയറി 8 മണി മുതൽ 9 മണി വരെ ട്രാക്കിലാണ് തുഴച്ചിൽ. പരിശീലനം നല്ല രീതിയിൽ നടക്കുന്നു. 20 ദിവസത്തെ ക്യാമ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 13-ാം തീയതി. ഇനി മത്സരവുമായി എത്താൻ കുറച്ച് ദിവസങ്ങളുള്ളൂ. അതിൻ്റെ തീവ്ര പരിശ്രമത്തിലാണ്. മറ്റെല്ലാം മറന്ന് ഒരു ടീമിൻ്റെ വിജയത്തിനായുള്ള കഠിന പ്രയത്നം, ഒരു ജനതയുടെ ആകെ സ്വപ്നത്തിലേക്കുള്ള ഒരുമിച്ചുള്ള യാത്രയുടെ നാളുകൾ. പല സ്ഥലങ്ങളിൽ നിന്നെത്തി ഒരു ലക്ഷ്യത്തിനായി ഒരുമിച്ച് തുഴയെറിയുന്ന 100ഓളം വരുന്ന പോരാളികൾ. അവിടെ ഒരുമയും ആത്മവിശ്വാസവും മാനസിക കരുത്തും എല്ലാം ഒരേ അളവിൽ സമ്മേളിക്കണം. 1ാം തുഴക്കാരൻ മുതൽ അമരക്കാരൻ വരെ, ക്യാപ്റ്റനും ലീഡിംഗ് ക്യാപ്റ്റനും, ക്ലബിൻ്റെ നെടുന്തൂണുകളായ ഭാരവാഹികൾ, പരിശീലകർ, പാചകക്കാർ തുടങ്ങി വള്ളം കളിയെ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ ആകെ കൂട്ടായ പ്രയത്നത്തിൻ്റെ വിയർപ്പിൽ കുതിർന്ന പിന്നാമ്പുറ കാഴ്ചകളാണ് ഓരോ തുഴച്ചിൽ ക്യാമ്പുകളും. R. ആദർശനും S. അനീഷിനുമൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. തൃശ്ശൂരിലെ ഒരു കുഞ്ഞൻ വാഹനപ്രേമിയെ പരിചയപ്പെടാം. 1 വയസ്സും 8 മാസവും മാത്രം പ്രായമുള്ള നിനവ് എന്ന കൊച്ചുമിടുക്കൻ ഈ പ്രായത്തിൽ കൈവരിച്ചത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണ്. കാറുകളുടെ വിവിധ ഇനം ബ്രാൻഡുകൾ നിമിഷ നേരം കൊണ്ട് തിരിച്ചറിഞ്ഞാണ് നിനവ് റെക്കോർഡ് കരസ്ഥമാക്കിയത്. ലാംബർഗിനി, ഫെറാറി, റോൾസ് റോയ്സ്, BMW തുടങ്ങിയ ഫോറിൻ കാർ ഭീമന്മാർ മുതൽ ഇന്ത്യൻ ബ്രാൻഡുകളായ ടാറ്റയും മഹീന്ദ്രയുമെല്ലാം ബ്രാൻഡ് നോക്കി ഞൊടിയിടയിൽ തിരിച്ചറിയുന്ന അത്ഭുത ബാലനായി മാറിയിരിക്കുകയാണ് 1.5 വയസ്സുകാരൻ നിനവ്. 1 വയസ്സ് പിന്നിട്ടതോടെ കുഞ്ഞു നിനവ് കാറുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു. യാത്രകളിൽ കാണുന്ന കാറുകളെ കൗതുകത്തോടെ നോക്കി നിന്ന നിനവിനെ വീട്ടിലെ കാറിന്റെ പേര് പറഞ്ഞാണ് ആദ്യം രക്ഷിതാക്കൾ പരിശീലിപ്പിച്ചത്. പിന്നീട് വിവിധ ബ്രാൻഡുകളുടെ ഫ്ലാഷ് കാർഡുകൾ കാണിച്ചായിരുന്നു പരിശീലനം. ബ്രാൻഡുകളുടെ പേരുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കിയ നിനവ് കാർഡുകൾ മാറി മറയുന്നതിനനുസരിച്ച് ഞൊടിയിടയിൽ തിരിച്ചറിയും. ഏതൊരാളെയും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണിത്. മരത്താക്കര സ്വദേശികളായ വൈഷ്ണവ്, അപ്സര ദമ്പതികളുടെ കുഞ്ഞാണ് നാടിന് അഭിമാനമായി മാറിയിരിക്കുന്നത്. അവനിപ്പോൾ ഒരു ഏകദേശം ഒരു 50-ന് താഴെ ഏകദേശം കാറുകൾ ഇന്റർനാഷണൽ ആയാലും നമ്മുടെ ഇവിടുത്തെ ആയാലും കാറുകളുടെ പേരുകൾ പറയും. അതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ തുടക്കം നമ്മുടെ കാറ്, പിന്നെ നമ്മുടെ വണ്ടികൾ ചെറിയ രീതിയിൽ എവിടെയൊക്കെ യാത്ര പോകുമ്പോൾ പറഞ്ഞ് പഠിപ്പിച്ച് അതിനോട് ചെറിയൊരു ക്രേസായിട്ട് പിന്നെ നമ്മൾ വഴിയിൽ ഏത് വണ്ടി കണ്ടാലും ചോദിച്ചു തുടങ്ങും. അങ്ങനെ നമ്മൾ അത് ചെറിയൊരു ഇതായപ്പോൾ നമുക്ക് ഇഷ്ടമായി. അപ്പോൾ നമ്മൾ എന്ത് വണ്ടി കണ്ടാലും പഠിപ്പിച്ചു കൊടുക്കും.
അങ്ങനെ 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 ഇതുവരെ എത്തി നിലവിൽ. ഒരു ദിവസം 5 എണ്ണമൊക്കെ വെച്ച് അവൻ ഐഡൻറ്റിഫൈ ചെയ്യും, പറയും. പിന്നെ അത് ടി വിയിൽ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുത്തു. പിന്നെ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് മനസ്സിലായപ്പോൾ അത് കൂട്ടി കൊണ്ടുവന്നു. മോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പോൾ അതിനേക്കാളേറെ ഞങ്ങൾക്ക് നല്ല അഭിമാനം തോന്നുന്നുണ്ട്. 1.5 മിനിറ്റിനുള്ളിൽ നിശ്ചിത കാർ ബ്രാൻഡുകളാണ് കുഞ്ഞ് തിരിച്ചറിഞ്ഞത്. 2 വയസ്സിന് താഴെയുള്ള ഏക റെക്കോർഡും കുഞ്ഞ് നിലവിന് മാത്രം സ്വന്തമാണ്. അമൃത ന്യൂസ്, തൃശൂർ. വിഴിഞ്ഞത്ത് താൻ പങ്കെടുക്കാത്തത് മുൻകൂട്ടി നിശ്ചയിച്ച മറ്റൊരു പരിപാടി ഉണ്ടായിരുന്നതിലാണ് എന്ന് വി മുരളീധരൻ MLA. കേന്ദ്രമന്ത്രി പങ്കെടുക്കാത്തത് വന്ദേമാതരം വിവാദം കൊണ്ടാണോ എന്ന് അറിയില്ല എന്നും വി മുരളീധരൻ വ്യക്തമാക്കി. കെ സുരേന്ദ്രന് ദേശീയ സെക്രട്ടറി സ്ഥാനം നൽകിയതിൽ കേരള BJPക്ക് സന്തോഷമാണ്. പുതിയ നേതൃത്വം വരുമ്പോൾ ചില നേതാക്കൾ ഒഴിയും, പുതിയ നേതാക്കളെ കൊണ്ടുവരും, അത് പാർട്ടി നയമാണ്. PC ജോർജിന്റെ വെളിപ്പെടുത്തൽ താൻ കേട്ടിട്ടില്ല. ഫണ്ട് വിവാദത്തെക്കുറിച്ച് അറിയില്ല എന്നും വി മുരളീധരൻ ഡൽഹിയിൽ പറഞ്ഞു. പുതുതായിട്ട് ദേശീയ ഭാരവാഹിയായിട്ടുണ്ട്. കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്ക് മുഴുവൻ തന്നെ ഏറ്റവും സന്തോഷം തരുന്ന, ഏറ്റവും ആവേശം തരുന്ന ഒരു തീരുമാനമാണ്. അതുകൊണ്ട് സുരേന്ദ്രൻ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളത് കേരള BJPക്ക് വരാനിരിക്കുന്ന കാലത്ത് വലിയൊരു കുതിപ്പുണ്ടാക്കുന്നതിന് കാരണമായിട്ട് മാറും. കോതമംഗലം MA കോളേജ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ അന്വേഷണം നടത്താൻ ആഭ്യന്തര പരാതി പരിഹാര സമിതി രൂപീകരിച്ചു. ഡോക്ടർ ജോർജ് ഐസക്, ഡോക്ടർ ബെന്നി അലക്സാണ്ടർ, പ്രൊഫസർ ACM കോട്ടലിൽ എന്നിവരാണ് സമിതിയിലുള്ളത്. ഇവർ 3 പേരും കോതമംഗലം MA കോളേജ് ഗവേണിംഗ് ബോർഡ് അംഗങ്ങളാണ്. അരുണാചൽ സ്വദേശിയായ മിച്ചി മാർപ്പുവിൻ്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുക, പരീക്ഷകളുടെ ഉയർന്ന ഫീസ് കുറയ്ക്കുക, പരീക്ഷകൾ പുനഃക്രമീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും വിദ്യാർത്ഥികൾ ഉന്നയിച്ചിട്ടുണ്ട്. കോട്ടയം മൂന്നലവ ഗ്രാമപഞ്ചായത്തിൽ അവിശ്വാസം ചർച്ച ചെയ്യാനിരിക്കെ ഇന്നലെ രാവിലെ രാജിവെച്ച പ്രസിഡന്റ് സെനീനാമ KB കോൺഗ്രസിൽ ചേർന്നു. പഞ്ചായത്ത് സെക്രട്ടറിക്ക് രാജിക്കത്ത് സമർപ്പിച്ചതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കളെത്തി സെനീനാമയെ ഷോൾ അണിയിക്കുകയായിരുന്നു. ഈ നീക്കം കോൺഗ്രസിനുള്ളിൽ തന്നെ അനിഷ്ടങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് തർക്കങ്ങളുടെ ഭാഗമാണ് ഇത്തരം നീക്കങ്ങളെന്നാണ് ആരോപണം. അവിശ്വാസ ചർച്ചകൾ ആരംഭിച്ച സമയത്ത് തന്നെ കോൺഗ്രസ് നേതാക്കൾ സെനീനാമയുമായി ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും UDFിനൊപ്പം നിൽക്കാൻ അവർ സന്നദ്ധത അറിയിച്ചിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത കേരള കോൺഗ്രസ് അംഗത്തെ കൂട്ടുപിടിച്ച് അവിശ്വാസം കൊണ്ടുവന്നത്. ഇതിനിടെ കോൺഗ്രസ് I വിഭാഗം നേതാക്കൾ ഇടപെട്ടാണ് സെനീനാമയെ രാജിവെപ്പിച്ച് കോൺഗ്രസ് പാളയത്തിൽ എത്തിച്ചത്. ഇത് A ഗ്രൂപ്പിന്റെ എതിർപ്പിനും കാരണമായിട്ടുണ്ട്. അപൂർവ ജനിതക രോഗമായ സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ച മിയ മരിയയ്ക്ക് കൊച്ചി അമൃത ആശുപത്രിയിൽ ജീൻ തെറാപ്പി ചികിത്സ നൽകി. ചികിത്സയ്ക്കായി ആവശ്യമായ 16.5 കോടി രൂപ 3 ദിവസത്തിനുള്ളിൽ പൊതുജനങ്ങളുടെ സഹായത്തോടെ സമാഹരിച്ച മിയയുടെ ചികിത്സയിലെ നിർണായക ഘട്ടമാണ് ജീൻ തെറാപ്പിയിലൂടെ പൂർത്തിയായത്. SMA ടൈപ്പ് 1 സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മിയയ്ക്ക് രോഗം വഷളാകാതിരിക്കാനാണ് ജീൻ തെറാപ്പി നൽകിയത്. അമൃത ആശുപത്രിയിലെ പീഡിയാട്രിക് ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനയൻ, KP അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രശ്മി രവീന്ദ്രൻ, പീഡിയാട്രിക് പൾമണറി വിഭാഗം മേധാവി ഡോക്ടർ സജിത് കേശവൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ മെഡിക്കൽ സംഘത്തിന്റെ മേൽനോട്ടത്തിലാണ് മിയയുടെ ചികിത്സയും തുടർ പരിചരണവും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിന്റെ പുതിയ ഷോറൂം കോട്ടയം പാലായിൽ പ്രവർത്തനം ആരംഭിച്ചു. ചലച്ചിത്ര താരം സ്വാസിക ഉദ്ഘാടനവും സാമൂഹ്യ പ്രവർത്തക നിഷ ജോസ് ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നിരവധി ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത്. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 5 പേർക്ക് ഡയമണ്ട് റിംഗ് സമ്മാനമായി നൽകി. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ബമ്പർ സമ്മാനമായി കിയ സെൽറ്റോസ് കാർ സ്വന്തമാക്കാം. KVBS പാലാ ജനറൽ സെക്രട്ടറി VC ജോസഫ്, പാലാ അർബൻ ബാങ്ക് ബോർഡ് ഡയറക്ടർ മാത്യു തറപ്പേൽ, ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സാം സിബിൻ, CEO സഞ്ജയ് ജോർജ്, CFO സ്വരാജ്, PROയും ചലച്ചിത്ര താരവുമായ VK ശ്രീരാമൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അപ്പോൾ എനിക്കും ഒരുപാട് ഇതിനു മുൻപ് പല അവസരങ്ങളും ചെമ്മണ്ണൂരിൻ്റെ കൂടെ കൊളാബ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിലും എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ വർഷം ഇങ്ങനൊരു അവസരം വന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് ചാരിറ്റികൾ ചെയ്ത് എല്ലാവർക്കും ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്ന ഒരു വ്യക്തിത്വമാണ്.
അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഇന്ന് നേരിട്ട് കാണാമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, പക്ഷേ സാധിച്ചില്ല. പക്ഷെ അടുത്തൊരു പ്രാവശ്യം അദ്ദേഹത്തെ കൂടി കാണാനായിട്ടാണ് ഞാൻ വീണ്ടും ചെമ്മണ്ണൂരിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് വിജയം. ഗാലയിൽ 165 റൺസിനാണ് ഇന്ത്യ ശ്രീലങ്കയെ തോൽപ്പിച്ചത്. ഇന്ത്യ ഉയർത്തിയ 372 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ലങ്കയ്ക്ക് 206 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 6 വിക്കറ്റ് വീഴ്ത്തിയ മാനവ് സുതാറാണ് ഇന്ത്യയുടെ വിജയശില്പി.